സോറിയാസിസ് കൊണ്ട് വർഷങ്ങളായിട്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. പല മരുന്നുകളൊക്കെ കഴിച്ചതിന് ശേഷവും പല ചികിത്സകളൊക്കെ എടുത്തതിന് ശേഷമൊന്നും വലിയ റിസൾട്ട് വരാതെ തന്നെ മാനസികമായിട്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഈ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ച് ഇപ്പം ഡയറക്റ്റ് ചികിത്സയിലൂടെ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടിയ അനുഭവസ്ഥനായിട്ടുള്ള ഒരു വ്യക്തി എൻ്റെ കൂടെ ഉണ്ട്. കുറേ വർഷങ്ങളായിട്ട് ഈ ഒരു വിഷയം വരികയും ഇവിടെ ഒരു പ്രാവശ്യം വന്ന് ചികിത്സയൊക്കെ എടുത്ത് മടങ്ങിപ്പോയി വീണ്ടും തിരിച്ചു വന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ ശ്രദ്ധിക്കേണ്ട കുറെ ഭക്ഷണത്തിലും അതുപോലെ തന്നെ മരുന്ന് പ്രയോഗ രീതിയിലും ജീവിത ശൈലിയിലൊക്കെ. അപ്പൊ എന്തായാലും ഇത് മരുന്നുകൾ കഴിച്ചാൽ പോലും മാറത്തില്ല എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. എന്നാൽ ഡയറക്റ്റ് ഇത് ചികിത്സ എടുത്ത് അവർക്കുണ്ടായിട്ടുള്ള അനുഭവം തന്നെ നമുക്ക് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. ഇപ്പോൾ എൻ്റെ അടുത്തുള്ള ഒരു പേഷ്യൻ്റാണ്, കണ്ണൂരുള്ള ഒരാളാണ്, 42 വയസ്സുള്ള വ്യക്തിയാണ്. 42ആണോ 42ആയിരുന്നു. അപ്പോൾ ഈ 44 വയസ്സുള്ള വ്യക്തിക്കുണ്ടായ അനുഭവങ്ങൾ അപ്പോൾ അദ്ദേഹം തന്നെ ഡയറക്റ്റ് പറയും കാര്യങ്ങൾ. ഞാൻ ചോദിക്കുന്നത്, നേരത്തെ ഒരു പ്രാവശ്യം ഇവിടെ വന്നായിരുന്നല്ലോ, ചികിത്സ എടുത്തായിരുന്നു. അപ്പോൾ അന്ന് ചികിത്സ എടുത്ത് മടങ്ങിയതിന് ശേഷമുണ്ടായ അനുഭവം, ഇപ്പോൾ രണ്ടാമത് വീണ്ടും വന്നതിന്റെ കാരണവും അതിന്റെ അനുഭവമൊക്കെ ഒന്ന് വിശദീകരിച്ച് പറയാമോ? കാരണം ഒരുപാട് പേര് ഈ ചികിത്സ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്, ചികിത്സ എടുത്തതിന് ശേഷം റിസൾട്ട് കിട്ടാതെ മാനസികമായിട്ട് പ്രയാസപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർ എനിക്കിപ്പോ 44 ഉണ്ട് എന്ന് അറിയുന്നത് 40-ാം വയസ്സിലാണ്. 40-ാം വയസ്സിൽ ചെറുതായിട്ടുള്ള പൊടി പോലെ, താരൻ പോലെ വന്ന അസുഖമായിരുന്നു. അതിനെ കാര്യമായി മൈൻഡ് ചെയ്തില്ല. താരന എന്ന് പറഞ്ഞ് പല ആയുർവേദ എണ്ണകളൊക്കെ വാങ്ങിച്ച് തേച്ച് അത് പിന്നെ ശരീരത്തിലേക്ക് പടർന്നു. ഇത് പല പല ഡോക്ടർമാര്, ആയുർവേദ ഹോസ്പിറ്റൽ, അങ്ങനെ പല പല സ്ഥലത്ത് പോയിട്ടും എനിക്ക് പൂർണ്ണമായൊരു മാറ്റം ഇതിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ സാറിന്റെ ഒരു യൂട്യൂബ് ചാനലിൽ വെച്ച് സാറിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് അറിയുന്നതും. ഏതായാലും ഇത്രയൊക്കെ പരീക്ഷിച്ചു, ഒരു അവസാന പരീക്ഷണം എന്ന നിലയിലേക്ക് ഞാൻ കൊല്ലത്തുള്ള കടക്കലിലേക്ക്, എൻ്റെ സിസ്റ്ററാണ് യൂട്യൂബിൽ കാണുന്നത്, ഞാനല്ല. എൻ്റെ അസുഖത്തിനെ കുറിച്ച് എന്നേക്കാൾ കൂടുതൽ ആദ്യം വ്യാധിയൊക്കെ എൻ്റെ വീട്ടുകാർക്കായിരുന്നു കൂടുതലായി ഉണ്ടായിരുന്നത്. ഞാൻ എൻ്റെ അസുഖം നടക്കാൻ വേണ്ടി പല കാര്യങ്ങളിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. അങ്ങനെ എൻ്റെ സിസ്റ്റർ കണ്ടുപിടിച്ച്, എൻ്റെ സിസ്റ്ററാണ് എന്നെ കൂട്ടിക്കൊണ്ടിരുന്നത്. വളരെ വൈകൃതമായ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ ഇവിടെ എത്തിയത്. തലയിലും ദേഹത്തൊക്കെ വളരെ മോശമായ രീതിയിൽ വരുമ്പോൾ ഞാൻ ഫുൾ നെഗറ്റീവായിട്ട് വരുന്നത്, ഇനി ഇവരും തന്നെ എന്താക്കാനാ എന്നുള്ള ചിന്തയിലായിരുന്നു ഞാൻ വന്നിരുന്നത്. ഒരു വിളിച്ചപ്പോൾ പറഞ്ഞത് 6 ദിവസം മുതൽ 12 ദിവസം വരെ ട്രീറ്റ്മെന്റാണ് ഇതിന് ആവശ്യമെന്നാണ് നമ്മോട് പറഞ്ഞിരുന്നത്. കിടത്തി ചികിത്സയാണ് പറഞ്ഞത്. അങ്ങനെ 12 ദിവസം ഇവിടെ നല്ലൊരു വന്നപ്പോൾ 100% കൺഫ്യൂഷൻ ആയിരുന്നു. ഞാൻ എൻ്റെ സിസ്റ്ററെ വെല്ലുവിളിച്ച് വന്നത്, ഇനി ആ പൈസയും കൂടി അവിടെയും കൂടി നശിപ്പിക്കുക എന്ന്, ഇല്ലെങ്കിൽ ആ പൈസയും കൂടി എനിക്ക് മദ്യപിക്കായിരുന്നല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചത്. എന്തിനു വെറുതെ കളയുന്നുള്ള ഒരു ചിന്തയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അങ്ങനെ 12 ദിവസത്തെ ട്രീറ്റ്മെന്റ്. ആ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഭക്ഷണം, ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിലാണ്, അതായത് കാലാവസ്ഥയെ പോലും നോക്കിക്കൊണ്ടാണ് ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. വന്ന് ഞാൻ തിരിച്ചു പോയത് പൂർണ്ണമായും മാറി എന്നല്ല, പുറത്തിറങ്ങാൻ പറ്റുന്ന അവസ്ഥയിലാണ്. ഒരു 85-90% 90% മാറിയിട്ടാണ് ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് 100% മാറും, പക്ഷെ ഞങ്ങൾ പറഞ്ഞ പഥ്യത്തിൽ, ഞങ്ങൾ പറഞ്ഞ കാലയളവിൽ മരുന്നെടുക്കണം. അപ്പോൾ അങ്ങനെ പറഞ്ഞ് എന്നെ വിട്ടു. ഞാൻ കൃത്യമായി മരുന്നെടുത്തു. അതിനുശേഷം തുടർ ട്രീറ്റ്മെന്റിന് പൂർണ്ണമായിട്ടും മാറിയിട്ട് ഞാൻ ഇവിടെ വന്ന് ട്രീറ്റ്മെന്റ് എടുത്ത് പോയ ആളാണ്. അങ്ങനെ നല്ല രീതിയിൽ ഫോളോ അപ്പിന് വന്നിട്ടുണ്ടായിരുന്നു. അതും വന്നപ്പോഴും എന്റെ ദേഹത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ ഫോളോ അപ്പിന് വരികയായിരുന്നു, നമ്മളൊരു സന്തോഷത്തിന് വേണ്ടി. പക്ഷെ പിന്നീട് എപ്പോഴോ എന്റെ ജീവിത സാഹചര്യം വീണ്ടും മാറി. സാറ് പറഞ്ഞതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എന്റെ ജീവിത രീതി മാറി. സാർ, അച്ഛനും അമ്മയും മരണപ്പെട്ടു. അപ്പം അങ്ങനെ മരണപ്പെട്ടപ്പോൾ ഒന്ന് എന്റെ ടെൻഷൻ കൂടി. ഇതിന് പ്രധാനമായും സാറ് പറഞ്ഞത്, ഒന്ന് ടെൻഷൻ, പിന്നെ മദ്യം, പിന്നെ ഭക്ഷണ രീതി, ജീവിതശൈലി. ഫസ്റ്റ് മദ്യം, അത് നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ട ഒരു ഫസ്റ്റ്. രണ്ടാമത് സ്ട്രെസ് കുറക്കുക. സ്ട്രെസ് കുറക്കാനുള്ള യോഗ പോലത്തെ കാര്യങ്ങളോ അതൊക്കെ ഇവിടെ നിന്ന് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ നിന്ന് ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അവർ പറഞ്ഞു തരുമെന്നല്ലാതെ ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ അച്ഛനും അമ്മയൊക്കെ മരിച്ചപ്പോൾ എൻ്റെ ജീവിത രീതി പിന്നെയും മാറി. ഞാനൊരു ബിസിനസ്സുകാരനാണ്. അപ്പോൾ പിന്നെയും എനിക്കിത് വരാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കസ്റ്റമേഴ്സിനെ കാണാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടിലേക്ക് വന്നു. അപ്പോഴും എനിക്ക് ഇവിടെ വരാൻ തോന്നിയില്ല. എന്താന്ന് വെച്ചാൽ സാറിന്റെ മുഖത്ത് നോക്കാനുള്ളൊരു മടി കൊണ്ട് മാത്രമാണ്
കാരണം അത്രയും എന്നെ മാറ്റി ഇറക്കി വിട്ടിട്ട് പിന്നെ ഇവിടേക്ക് വരുമ്പം വരാമായിരുന്നു. അങ്ങനെ അതേ പഥ്യം ശീലിച്ചിട്ട് എനിക്ക് അസുഖം വന്നെങ്കിൽ എനിക്ക് ധൈര്യത്തോടെ സാറിൻ്റെ അടുത്ത് വരാമായിരുന്നു. സാറ് പറഞ്ഞ ഒരു കാര്യവും പാലിക്കാതെ ഇവിടെ വരുമ്പോൾ സാറിന്റെ മുഖത്ത് നോക്കാനൊരു മടിയുണ്ട്. ഞാൻ ഫേസ്ബുക്കിൽ കാണുന്ന പല ക്രീമുകളും വാങ്ങി തേച്ചും പല പരീക്ഷണങ്ങളും അറിയാതെ ഒരുപാട് ചെയ്തു. 699 രൂപയ്ക്ക് സോറിയാസിസ് പൂർണ്ണമായും മാറ്റാം, 999 മാറ്റാം, അങ്ങനെ പല പല കാര്യങ്ങളും ചെയ്തു നോക്കി. അപ്പൊ ഞാൻ എത്ര മരുന്ന് വാങ്ങിയെന്ന് അറിയണമെങ്കിൽ എന്റെ വീട്ടിലെ സ്റ്റോർ റൂമിൽ പോയി നോക്കി അറിയാം. അതിന്റെ ഓരോ ഡബ്ബകളും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവസാനം ഇത് കൂടുന്നതല്ലാതെ ഒരു തരി പോലും കുറയുന്നില്ല. അന്ന് വന്നപ്പോൾ തന്നെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരു 6 ദിവസത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് സുഖമായിട്ട് മടങ്ങിപ്പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായത്. ഞാനിത് പല മരുന്നും വാങ്ങി തേച്ച് അതിനെ 90% ആക്കിയെടുത്തു. വീണ്ടും രണ്ടാമത് വന്നല്ലോ. രണ്ടാമത് വന്നതിന്റെ റീസൺ എന്താണ്? രണ്ടാമത് വന്നത് ഇതുപോലെ തന്നെ അന്ന് വന്നതിനേക്കാൾ ഇരട്ടിയായിട്ടാണ് എനിക്ക് തിരിച്ചു വന്നത് ഈ രോഗം. അതിന്റെ കാരണം എന്റെ തികഞ്ഞ മദ്യപാനം. അതാണ് എന്റെ ഫസ്റ്റ് കാരണം. അപ്പൊ മദ്യപാനം ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്ന വെച്ചാൽ ബാക്കി എല്ലാ ചിട്ടകളും തെറ്റും. അതുകൊണ്ടാണ് സാറ് പറഞ്ഞത് എന്നോട് മദ്യപിക്കരുതെന്ന് പറഞ്ഞാല് മദ്യപിച്ചില്ല എങ്കിൽ നമുക്ക് ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും, സ്ട്രെസ് കൺട്രോൾ ചെയ്യാൻ പറ്റും, ഒക്കെ പറ്റും. മദ്യപിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പുറകോട്ടായി. എന്റെ ഷുഗർ ലെവൽ മാറി, ഞാൻ ഇൻസുലിൻ എടുക്കേണ്ട ഒരു രോഗിയായി മാറി. അപ്പൊ ഇതൊക്കെ വന്നപ്പോഴും ഞാൻ രക്ഷ തേടുന്നത് എവിടെയാ? മദ്യത്തില്. കാരണം സമൂഹത്തിന് മുന്നിൽ ഇറങ്ങാൻ മടിയായി. അപ്പോ നമ്മളൊരു ബാറിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാവരും സമന്മാരാണ് എന്ന് തോന്നൽ എന്റെ മനസ്സിന്. എല്ലാവരും സമന്മാരാണ്. അവിടെയുള്ളവർക്ക് പലർക്കും ദേഹത്ത് ചൊറിയുണ്ടാകാം, പൊട്ടുണ്ടാകാം, ആരും അതിന് മൈൻഡ് ചെയ്യുന്നില്ല. എല്ലാവർക്കും വേണ്ടത് മദ്യം മാത്രമാണ്. പക്ഷെ നമ്മൾ നല്ലൊരു സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ എല്ലാവരും നമ്മളെ വാച്ച് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ വീണ്ടും എന്റെ സിസ്റ്റർ എന്നോട് പറഞ്ഞു ഒന്നുകൂടി അവിടെ പോകാം. അങ്ങനെ ഞാൻ ഒരു 12 ദിവസത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഇന്ന് പോകാനിരിക്കുകയാണ്. ഇന്നത്തെ സ്റ്റാറ്റസ് ഞാൻ പറയാം. അതിന് മുന്നേ 12 ദിവസം മുന്നേ വന്ന അവസ്ഥ 42-ാം വയസ്സ് വന്നതിനേക്കാൾ വളരെ 42-ാം വയസ്സിൽ വരുന്ന സമയത്ത് എനിക്ക് ജോയിന്റുകളിലൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് ശരിക്കും സാറ് പറഞ്ഞ പോലെ സോറിയാസിസ് ആർത്രറ്റിക് അങ്ങനെ എന്തോ പറയാൻ ജോയിന്റ് പെയിൻ വന്ന് ആ പെയിനിലേക്ക് എത്തി എന്റെ അവസ്ഥ. പെയിനിലേക്ക് എത്തി. അപ്പൊ ആ അവസ്ഥ എത്തി. എനിക്ക് കാല് മടക്കാൻ പറ്റുന്നില്ല, കൈമുട്ട് മടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ മനസ്സോടെ നാണത്തോടെ സാറിന് മുന്നിൽ വീണ്ടും വന്നു. സാറ് പറഞ്ഞു പോയതൊക്കെ പോട്ടെ, ഇനി വീണ്ടും ശ്രമിച്ചാൽ നമുക്കിത് മാറ്റാൻ പറ്റുന്നേ ഉള്ളൂ. അന്ന് തന്നെ സാറ് എന്നെ ട്രീറ്റ്മെന്റ് കിടത്തി. എന്നിട്ടും ഞാൻ ശരിയായില്ല. ഇവിടെ വന്നിട്ട് ഞാൻ ശരിയാകാതിരിക്കാനുള്ള ശ്രമം നടത്തി നോക്കി. പക്ഷെ സാറിന്റെ ഒറ്റൊരു വാക്കിൽ, ഒരു ദിവസം ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് വന്ന് എന്നോടൊരു വാക്ക് പറഞ്ഞു. ആ വാക്കിൽ ഞാൻ പൂർണ്ണമായും മാറാൻ ഉറച്ച്, പൂർണ്ണമായും ഇപ്പൊ ഇന്ന് എനിക്ക് 90% ഞാൻ വന്ന സമയത്തുള്ള അവസ്ഥയും ഇന്നത്തെ അവസ്ഥയും സാറ് കൃത്യമായിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യും. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇത് പല പല പരസ്യങ്ങളും പല പല വാഗ്ദാനങ്ങളും കാണും. ഇതിൽ നിന്ന് ഒളിച്ചോടിയിട്ട് ഒരു കാര്യമില്ല. ഇതിന് കൃത്യമായ ചികിത്സയുണ്ട്. പക്ഷെ ഇത് സാറ് പറഞ്ഞ പോലെ മാറുന്നൊരു രോഗമായിട്ട് നമ്മൾ ഇതിനെ കാണരുത്. നമ്മൾ പഥ്യങ്ങളും കാര്യങ്ങളും കൃത്യമായി കൊണ്ടുപോയാൽ ഒരിക്കലും തിരിച്ചു വരാത്ത രോഗമായിട്ട് ഇതിനെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് സാറ് തന്നെ പഠിപ്പിച്ച കാര്യമാണ്. അത് ഞാൻ തന്നെ തെറ്റിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് ഇതിനെ വളരെ ഭംഗിയായിട്ട് മാറ്റാൻ പറ്റുന്ന ഒരവസ്ഥയിൽ എന്റെ ഫോട്ടോ ഈ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. ഇനി പേഴ്സണലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എന്റെ നമ്പർ സാർ തരും. ഈ കാര്യങ്ങൾ എന്റെ പേഴ്സണൽ നമ്പർ ഫയൽ തന്നെ ഉണ്ട്. ഫയലില് വന്ന വർഷമുണ്ട്, നമ്മൾ കൊടുത്ത മെഡിസിൻസുകള്, ഫോളോ അപ്പിന് വന്നത്. പിന്നെ അതിനുശേഷം ഈ പറഞ്ഞ പോലെ ആള് ചില സമയത്തൊക്കെ ഇങ്ങനെ മൈൻഡ് ഔട്ടായി വഴിവിട്ട ലെവലിൽ മാറുമ്പോൾ നമ്മൾ കുറച്ച് അന്നേരം എനിക്കുണ്ടായ സീൻ ഉണ്ടാക്കിയിട്ട് സിസ്റ്റർ എഴുതി തന്ന സീൻ ഉണ്ടാക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് എഴുതി തന്നെ ഇവിടെ നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പിന്നെ കൺസെന്റ് ഒക്കെ. അപ്പൊ സോറിയാസായിട്ട് ബുദ്ധിമുട്ടുന്നവർക്കോട് എനിക്ക് പറയാനുള്ള ഒരു ഒറ്റ കാര്യം, നിങ്ങൾ ഈ കണ്ട ഫേസ്ബുക്ക് പരസ്യങ്ങളിലും മറ്റും ഏതെങ്കിലും മെഡിസിൻസ് എന്തെങ്കിലും കൃത്യമായ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ നിന്നുള്ള ചികിത്സ, അല്ലാതെ നിങ്ങൾ ഈ ക്രീമുകള്, ഞാനിപ്പം ഉദാഹരണം എടുത്ത് പറയാം, എനിക്ക് കണ്ട പരസ്യം 399 രൂപയ്ക്ക് നിങ്ങളുടെ സോറിയാസ് പൂർണ്ണമായും ചികിത്സിച്ചു മാറ്റാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ ഈ കേരളത്തിലോ ഇന്ത്യയിലോ സോറിയാസ് രോഗികൾ ഉണ്ടാവില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അതുകൊണ്ട് കൃത്യമായ ചികിത്സ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. ഇതിന്റെ കൃത്യമായ അനുഭവസ്ഥനാണ് ഞാൻ കണ്ണൂർ ജില്ലക്കാരനാണ്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ പേഴ്സണൽ വിളിക്കാനുള്ള നമ്പർ സാർ ഇതിന്റെ അടിയിൽ എഴുതും, ഉറപ്പായിട്ടും. നമ്പര് ഞാൻ എന്തായാലും ബുദ്ധിമുട്ടാവും, ഒരുപാട് പേര് വിളിക്കും. അല്ല, വിളിച്ചാൽ കൃത്യമായിട്ട് പറയാൻ ഞാൻ തയ്യാറാണ്. കാരണം ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ ഒരുപാട് എനിക്കറിയാം. പക്ഷെ പലരും നാണം കൊണ്ട് പറയില്ല, മുടി മുറിക്കില്ല, മുടി വളർത്തും. കാരണം ഇത് പുറത്തോട്ട് കാണാൻ. ഞാൻ മൊട്ടയടിച്ചിട്ടാണ് വന്നത്. ആ മൊട്ടയടിച്ച വന്ന സമയത്തെ ഫോട്ടോ ഇപ്പം ഞാൻ മൊട്ടയിൽ തന്നെ ഉള്ളത്. ഇപ്പം ഞാൻ തിരിച്ചു പോകുന്ന ഫോട്ടോ
അതുകൊണ്ട് ആ അപ്പൊ എന്തായാലും പിന്നെ CJ വളരെ വിശദമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ എന്തായാലും നമ്മൾ ഒരു കാര്യം കൂടി ഞാൻ ഇനി ഒന്നും കൂടി ഇപ്പൊ ഒരുപക്ഷെ ഒരുപാട് പേര് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. പല ആൾക്കാർക്കും തെറ്റിദ്ധാരണ ഉണ്ടാവും. കാരണം പല ആൾക്കാരും ചിന്തിക്കുന്നത് ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറത്തില്ല, ഇങ്ങനെ ജീവിത അവസാനം വരെയും ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളുണ്ട്. പക്ഷെ അതിൽ നമുക്ക് ബോധ്യപ്പെട്ടല്ലോ, നമ്മൾ ചിട്ടയായ രീതിയിലുള്ള ഭക്ഷണ രീതിയും ജീവിതശൈലിയും ഈ പറഞ്ഞ പോലെ അൺനെസസറി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് അതിന്റെ റിസൾട്ട് തന്നെയാണ് ഉള്ളത്. അപ്പൊ എനിക്കിപ്പോഴും പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, നമ്മൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, ഈ പറഞ്ഞ പോലെ ഭക്ഷണത്തിൽ ശ്രദ്ധ കൊടുക്കുക, ജീവിതശൈലിയിൽ നമ്മൾ ആ പറഞ്ഞ ചിട്ടയായ ക്രമങ്ങൾ, ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, ഉൾപ്പെടുത്തേണ്ട ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റും. എന്താണ് പറഞ്ഞത്? ഞാൻ ഇന്ന് രാവിലത്തെയും വൈകുന്നേരത്തെയും ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ ഈ സ്ഥാപനത്തിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ എനിക്ക് ഈ സ്ഥാപനത്തെക്കുറിച്ച് പറയാനുള്ളത്, എൻ്റെ വീട്ടിലേക്കാളും ശിക്ഷണത്തോടെയാണ് ഈ സ്ഥാപനം. എന്നെ പേടിയാണ്, എനിക്ക് പുറത്തിറങ്ങാൻ പേടിയാണ്. എന്നെ 4 ഭാഗത്തുനിന്നും ഇവിടുത്തെ സാറല്ലാതെ സാറിന് മെസ്സേജ് അയച്ചിട്ടാണ് ഞാൻ പോയത്. അമ്പലത്തിൽ പോകണമെന്ന് സാറിന് മെസ്സേജ് അയച്ചു. ഇവിടെ ആരെയും കാണാത്തതുകൊണ്ട് ഇവിടുത്തെ ഒരു ഡ്യൂട്ടി ഡോക്ടർ ഉണ്ട്, പോകുന്നത് കൃത്യമായി വീക്ഷിച്ച് വിളിച്ച് വഴക്ക് പറയുന്ന ഡ്യൂട്ടി ഡോക്ടർ ഉണ്ട് മാഡം. പിന്നെ ഞാൻ പറയാനുള്ള ഒന്നുകൂടെ പറയാം, 1 മാസത്തിന് ശേഷം ഞാൻ ഫോളോ അപ്പിന് വീണ്ടും വരും. അന്ന് ഇതുപോലൊരു വീഡിയോ ഞാൻ സാറിൻ്റെ കൂടെ ചെയ്യും. അന്നും എൻ്റെ ദേഹവും എൻ്റെ തലയും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് 100% മാറ്റം എന്നുള്ളത്. അന്ന് ഒരു വീഡിയോ കൂടെ ഞാൻ സാറിന്റെ കൂടെ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. 1 മന്തിന് ശേഷം സാറിന്റെ ഫോളോ അപ്പിന് വരുമ്പോൾ. ഇനി ഒരിക്കലും ഞാനിത് ആവർത്തിച്ചിട്ട് ഈ അസുഖമായിട്ട് ഞാൻ ഇവിടെ വരില്ല. പക്ഷെ ഇവിടെ വരും, കൊല്ലത്ത് വരുമ്പോഴൊക്കെ ഇവിടെ വരും. ഈ അസുഖമായിട്ട് വരില്ല, എനിക്ക് ഉറപ്പാണ്. എങ്ങനെ നമുക്ക് ഈ മദ്യപാനം കറക്റ്റ് നമ്മുടെ ലൈഫ് സ്റ്റൈലില് മദ്യപാനം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വലിയ പ്രയാസമായിരിക്കും. പക്ഷെ ഇപ്പം നമുക്ക് മനസ്സിലായല്ലോ, ഏകദേശം കുറച്ച് ട്രീറ്റ്മെന്റ് നമ്മളെ കൺട്രോളൊക്കെ വന്നപ്പോഴേക്കും ആ ഒരു ടെൻഡൻസി ഒക്കെ അങ്ങ് വിട്ട്, ആ വിഡ്രോവൽ സിംറ്റംസ് ഒക്കെ മാറി. മറ്റേ അങ്ങനെ വിഡ്രോവൽ കൈയൊക്കെ ഭയങ്കര ഷിവറിങ് ആയിരുന്നു, ഭയങ്കര വിറയലായിരുന്നു. അതൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഷുഗറിൽ വ്യത്യാസം വന്നില്ലേ? ഞാൻ വന്നപ്പോൾ സാറിനോട് ടെസ്റ്റിംഗ് ഒക്കെ, പിന്നെ ലിവറിന്റെയും ഷുഗർ ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വന്ന സമയത്ത് എന്റെ ഷുഗർ എന്ന് പറയുന്നത് 169 ആയിരുന്നു. അതും ഇൻസുലിൻ എടുത്തുകൊണ്ടിരുന്നപ്പോഴുള്ള ഷുഗറാണ് പറഞ്ഞത്. ഇവിടെ വന്നപ്പോൾ സാറിനോട് ഞാൻ വെച്ചു, സാർ എനിക്ക് ഷുഗറിനൊരു മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു. സാർ പറഞ്ഞു ഇൻസുലിൻ നിർത്തണ്ട, ഈ മരുന്നോടെ കഴിക്കാം, ഇൻസുലിൻ നിർത്താറായിട്ടില്ല. ഇന്ന് രാവിലെ ഞാൻ ടെസ്റ്റ് ചെയ്തു, 130 എന്റെ ഷുഗർ ലെവല്. അത് കൺട്രോളായി. അത് എനിക്ക് ഒരു 1 മന്ത് കഴിയുമ്പോൾ എനിക്ക് ഇൻസുലിൻ നിർത്താൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം കൂടെ എന്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. തീർച്ചയായും അത് നമ്മള് കുറച്ച് ഭക്ഷണത്തിലെ കൺട്രോളും എക്സസൈസും കൂടെ വരുമ്പോഴേക്കും ഷുഗർ നമുക്ക് നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇത്രയും വീഡിയോ ഒക്കെ ലോങ് വീഡിയോ ആണ്, ഒരുപാട് പേര് ഇപ്പൊ ക്ഷമയോടുകൂടി അത് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ഇത്രയും വിശദമായിട്ട് പറഞ്ഞതിന്റെ പൊരുളെന്ന് പറയുന്നത്, ഇത് ഒരു പരസ്യമായിട്ട് നിങ്ങൾ ആരും കാണണ്ട. കാരണം ഇതൊരു അനുഭവമാണ്, ഒരാൾക്കുണ്ടായ ഒരു അനുഭവം. ഇത് കാരണം പ്രയാസപ്പെടുന്ന, മാനസികമായിട്ട് തകർന്നിരിക്കുന്ന ആൾക്കാരുണ്ട്. കുടുംബങ്ങൾ തമ്മിലുള്ള ദാമ്പത്തിക ജീവിതത്തിലുണ്ടായ പ്രയാസങ്ങൾ, ബിസിനസ് പരമായിട്ട് വരുന്ന പ്രശ്നങ്ങൾ, ഇതിലൊക്കെ അങ്ങനെ മാനസികമായിട്ട് പ്രയാസപ്പെട്ടു പോയ ആളുകൾക്ക് ഒരു പിടിവള്ളി, അവർക്ക് പിടിച്ചു കയറാൻ പറ്റുന്ന ഒരു വഴിയാണ് ഇദ്ദേഹം ഇവിടെ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വിശദമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചുവടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാം. അപ്പം നമുക്ക് ചികിത്സ, ഇതിന് സോറിയാസിന് ചികിത്സ ഉണ്ട് എന്നുള്ളത് നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. പക്ഷെ നമ്മൾ ആ ചിട്ടയായ രീതിയിലോട്ട് തന്നെ മുന്നോട്ട് പോയാൽ മതിയാവും. സോറിയാസിസ് മാത്രമല്ല, ഡെർമറ്റൈറ്റിസ് ഇഷ്യൂസ്, അതിന് ഈ പറഞ്ഞ പോലെ തന്നെ സോറിയാസിസ് മാത്രമാവണമെന്നില്ല. എക്സിമ ഉള്ള കേസസ്, റാഷസ്, ചൊറിച്ചില്, വരണ്ട തൊലിപ്പുറത്ത് വരുന്ന പാച്ചസുകൾ, ഇങ്ങനെയൊക്കെ വരുന്ന പ്രയാസങ്ങൾക്ക് നമുക്ക് നല്ല പൂർണ്ണമായ ചികിത്സയിലൂടെ തന്നെ അത് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കോൺഫിഡൻസോട് കൂടി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത് ഷെയർ ചെയ്ത നിങ്ങൾക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഓക്കെ, ഞാൻ പേരോ നമ്പരോ ഒന്നും ഇപ്പൊ വെളിപ്പെടുത്തുന്നില്ല. അങ്ങനെ അറിയണമെന്നുള്ള ആൾക്കാർക്ക് നമുക്ക് കൊടുക്കാം, പേഴ്സണലി കൊടുക്കാം. ഓക്കെ, തീർച്ചയായും. അപ്പം ശരി, എന്നാ താങ്ക് യു. ഓക്കെ, ശരി.